ചാം ചക്ക ചൂം ചക്ക ചുമർ ചക്ക ച എ ചാം ചക്ക ചൂം ചക്ക ചുമർ ചക്ക ച എ ചക്ക ചക്ക ആയിട്ട് തന്നെ ഇറങ്ങണേ. ബ്രോ സ്കോർ ഫുള്ളാണ്. അൺറാങ്ക്ഡല്ലേ, എന്ത് പേടിക്കാൻ, നോ ഭയം. കീറുന്നു, അടിക്കുന്നു, അടുത്തല ഇറങ്ങുന്നു. നമ്മളോട് നമ്പർ 4 വന്നില്ല, ചതിച്ചു. നമ്പർ 4 ചതിച്ചു. നമ്മ മാത്രമേ ഉള്ളൂ. റോട്ടസ് നെറ്റ് പോയത് എന്ത് നടക്കണേ, തെന്നി താഴെ പോടേ അകത്ത പോലെ. ഓ ഉറങ്ങണക്കാന്. വെസ്റ്റോ ഹെൽമെറ്റോ എങ്ങനത്തെ വല്ല സാധനങ്ങൾ ഇവിടെ കണ്ടോ? പുറലാരോ ഒന്നല്ല, കപ്പലാരോ ഒന്നല്ലോ. പുറമശത്തേക്ക് കപ്പലിൽ ആളുണ്ട്. ഡബിൾ നോക്ക്, ഡബിൾ നോക്ക്. ഉണ്ടൊക്കെ തീർന്നു. ഇവിടെ പൊക്കത്തളത്തി. റോട്ടസ് വെള്ളയാടുന്നുണ്ട് എപ്പോഴേ. വെൽക്കം ടു സ്ട്രീം. ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂ. ഞാനുണ്ട്. ഓക്കെ, ടീം കളിയാണോ ബ്രോ? ബ്രോ മെസ്സിയോ ക്രിസ്ത്യാനോ യുവർ ഫേവറേറ്റ്? എനിക്ക് ഇതൊന്നുമില്ല കേട്ടാ, വെസ്റ്റ് സംഭവമില്ല കേട്ടാ. ബെസ്റ്റ് എനിക്കുണ്ട്. ഇമ്മൊക്കെ അടിച്ച് ലിറ്റ് ആക്കിട്ട്. എടാ ഇനി 5 പേര്, അല്ല 5 അല്ലേ, ഈ പെട്ടിക്കകത്ത് ബെസ്റ്റ് എടുപ്പുണ്ട്. Come on, come on. Come on, push. I got supplies. ബാ പുഷ് നിക്കണ്ട. എന്റെ ഫ്രണ്ടിലുണ്ട്. ഏടാ Awesome. Thank you. ഇവിടെ ഉണ്ട്, ഈ സ്റ്റെപ്പിന് ഇവിടെ ഉണ്ട്. കേറാ തൊടു. അയ്യോ, ഒരടിയുണ്ടേ. റൂട്ടസേ വാ, അടിയിലടി. എനിക്ക് കയറാൻ സമ്മതിക്കില്ല. ഏതാ ഫൈറ്റ്, ഏതാ കിട്ടില്ലം ഫൈറ്റ്? ലോബി ബ്രോ. ഇത് അൺറാങ്ക്ഡാ കിടക്കുന്നത് ബ്രോ. എന്റെ ലോബി കോൺഗ്രാറ്റ് ലോബി അല്ലെങ്കിൽ ലോബി വരത്തുള്ളൂ. ഇതിപ്പം അൺറാങ്ക്ഡ്. അപ്പം അൺറാങ്ക്ഡ് പറയുമ്പോൾ എല്ലാവർക്കും വരാമല്ലോ ഒരുപോലെ. അല്ലാതെ റാങ്ക്ഡ് കളിക്കുമ്പോൾ ഡൊമിനേറ്റർ അല്ലെങ്കിൽ കോൺഗ്രാറ്റ്. നമ്മൾ പൊട്ട ലോബിനെ കളിക്കാറില്ല. നമ്മൾ കളിക്കുന്നതൊക്കെ കിട്ടില്ല ലോബി. കാരണം സീസൺ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ റാങ്ക് പുഷ് ചെയ്ത് ഡൊമിനേറ്റർ ആയി. ഡൊമിനേറ്റർ ചുമ്മാ ആയത് എല്ലാവരും കൂടെ സ്റ്റാറും കൂടെ എക്സ്ട്രാ കൊടുക്കണം. എന്തെങ്കിലും വിഷ്ണു പി വി
ഇതിപ്പോ അണ്ടറാങ്കട കളി തുടങ്ങിയപ്പോ വിട്ടാക്കണം. കുഴയല്ലേ എന്നാണ് ഇവര് അപകടം കണ്ടില്ല. Watch ഇവിടെ out! അവിടെ നിന്ന് അടി വന്നു. പിന്നെ മണ്ടയ്ക്കാണ് ആയി. ഒരു പോർട്ടൽ ഇട്ടിട്ടുണ്ടോ വരുന്ന? കണ്ട ആളെ കണ്ട നിരീക്ഷിച്ച? ഇല്ല, പോർട്ടലിലൂടെ കേറി. ഇപ്പൊ ഇവിടെ ഈ മണ്ടയ്ക്കാണെങ്കിൽ കിടക്കുന്നു. കണ്ണിലുണ്ണിയാണ് കണ്ണനാണ് ഒളിച്ചിരിക്കണേ. അപ്ഡേറ്റ് വരും ബ്രോ. ഔട്ട്ഫിറ്റിന് എന്തും പേരായത്? ഈ ഔട്ട്ഫിറ്റിന്റെ പേരെന്തായാലും വെച്ചാൽ അറിയാൻ തോന്നുന്നു. ഓറഞ്ച് ജംപ് സൂട്ട്. ഓറഞ്ച് ജംപ് സൂട്ട് ജമ്പ് ചെയ്യുന്ന ഇത് പലരുടെയും പേര് ഗ്ലോബലിലൊക്കെ എന്നിട്ട് ട്രോളുന്നവന്മാരുണ്ട്. അതായത് വിക്ടർ സ്കോഡിനേക്കാളും മേളിലാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഓറഞ്ച് സ്കോഡ് വിക്ടർ സ്കോഡിനെ പേടിപ്പിക്കുന്നതാണല്ലോ. അവരെ വരെ പേടിപ്പിക്കുന്ന സ്കോഡാണ് എന്നാണ് നമ്മൾ അറിയാത്തത്. വിക്ടറിനേക്കാളും മേൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ കിട്ടണം. ഞങ്ങളെ പോലെ ചിന്തിക്കുന്ന രണ്ടുപേരും കൂടെ കിട്ടിയ ചാടിയല്ല നോക്കോ. ചലോ മേരെ സാത്തി ജംപ്. കോച്ചിങ് ഏതാ? മറ്റേ നമ്മുടെ നമ്പർ 4 അപ്പുറത്ത് വേണ്ടിയിരിക്കണം. നമുക്ക് ഇവന്റിലോട്ട് പോകണം. കോച്ചിങ് പോകണം. ഇവന്റ് അറിയില്ല. ഇവിടെ ഈ സൈഡ് കണ്ട ഞങ്ങൾ അവിടെ ഇറക്കി. എന്തിനാ അവിടെ കയറി ട്രൈ ചെയ്യുന്നു. നിന്റെ അടുത്ത് എത്തിന്നോണം. കിട്ടിയില്ലേ അവനെ? ഇല്ല, അഞ്ചാടി. Awesome. ഇവനെന്തോ ഞാൻ ഇവിടെ കുറെ കൂടി ഞാൻ മടുത്ത്. എന്റെ ബുള്ളറ്റ് റീലോഡും വീണ്. ഞാൻ അവിടെ തന്നെ വരും. പണ്ടാറട റീലോഡും വീണു അവിടെ. ചെല്ലി പോയടി. എനിക്ക് എവിടെ നിന്ന് അടിയിട്ട് അവൻ മാത്രമേ അടിച്ചുള്ളൂ. അവൻ കറക്റ്റ് എടുത്ത് കിടന്നങ്ങ് അടിച്ച് ഡ്രോപ്പ് ഷോട്ട്. എന്റെ അവിടെ ഉണ്ട്. അവൻ ക്യാമ്പ. ഹീസ് കാമ്പ്. എന്റെ പെട്ടി ഒന്നും മറക്കല്ലേ. എന്റെ തോക്കെനിക്ക് മറക്കാൻ അവിടെ പോട്ടെ. നീ അവനെ അടിക്കും കണ്ടോ. എത്ര അടി അടിച്ചവനെ ഞാൻ അടിച്ച മടുത്ത്. കുഴിയല്ല എന്നെ അടിച്ചവൻ അവിടെ ഉണ്ടാ. അവനവിടെ കുഴിയിൽ ഓടി. അവൻ പൊക്കടവല്ല. പൊക്കിട്ട് വന്നായി. പൊക്കണം. കുഴിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഞാൻ അവിടെ അല്ല. എവിടെ പോനാ? ഞാൻ എന്റെ പെട്ടി ഇറക്കണം. കുഴി കാണുന്നില്ല. അവൻ എസ്കേപ്ഡ്.
ഇവിടെ എന്റെ പെട്ടി ഇവിടെ പോയി. ഞാൻ ഇവിടെ ഞാൻ അപ്പുറത്തന്നെ എത്തല്ലേ, സ്ഥലം മാറി. ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്കാണ് ഇവിടെ നേരെ ബിൽഡിംഗ് എടുക്കാം. ഞാൻ പറഞ്ഞു എന്നെ അടിച്ച ബിൽഡിംഗ് തന്നെ ഉണ്ടോ? ഞാൻ ബിൽഡിംഗ് മാറി ഇറങ്ങി. ഞാൻ കണ്ടു കണ്ടല്ലേ? അപ്പാൻ ജില്ല വിട്ടുണ്ട്. പറന്നോക്ക് നല്ല കണക്കിലാണ്. പാമ്പായിട്ടെല്ലാം അവനെ ലൂട്ടൊക്കെ കുറക്കടാ. അവനാന്ന് തോന്നുന്നു. ഈ കോപ്പി സാധനം എനിക്ക് വേണ്ട. Marked an enemy's death crate. എവിടെ പഠിക്കുവാണോ വർക്കാണോ? എനിക്ക് ഇതന്നെ യൂട്യൂബിനെ പരിപാടി, വേറെ പരിപാടികളില്ല. നീ അടിച്ച ഫ്രൂട്ടസ്? ഞാൻ അടിച്ചു. എത്തിന്റെ ഭാഗത്തോട്ട് ബോട്ടാണ് തോന്നുന്നു. ബോട്ട അവൻ എന്റെ സ്കോപ്പ് അടിച്ചോട്ടി കൊണ്ട് ഇവിടെ ലജ്ജാപ്പ് ചെയ്തില്ല. അയ്യോ, ഞാൻ ലജ്ജാപ്പിൽ വെച്ച് നടന്നില്ല. Awesome. അവനെ എന്നാലും അങ്ങോട്ട് ഓടിടാ. റിപ്പോർട്ട് അവന്റെ പേരെന്താണ്? INT റോക്കർ. അടുത്ത മാച്ച് ടീങ്കോ ഇടുവോ? ടീങ്കോ ഇടാൻ ബ്രോ. മന്ത്ലി ഇൻകം പറയാൻ പറ്റുമോ? വണ്ടി എനിമി എടാ ദേ പോണ്ടവൻ. ഞാൻ അങ്ങോട്ട് പോണല്ലോ. നീ പറ. എടാ അടിച്ചിട്ടാ നോക്കിട്ടുണ്ട്. പണ്ടാറടങ്ങാണ്ടി ആദ്യം ഹെഡ്ഷോട്ട് തന്നെ നേട്ടി. അവൻ തന്നെ അവൻ തന്നെ യെസ് അവൻ തന്നെ കില്ലേറി. എന്റെ സ്കോപ്പ് താടാ പട്ടി. അവൻ എന്റെ സ്കോപ്പ് അടിച്ചിട്ടുണ്ട്. ഇടുകണ്ട് എന്റെ സ്കോപ്പ്. അവന്റെ പെട്ടി ഇതിനകത്തുണ്ട്. എന്റെ സ്കോപ്പ് കിടക്കുന്നു. ഏത് ഹെഡ് ഷോട്ട് വണ്ടിക്കകത്ത് അടിച്ചും കിട്ടോനെ. ഇപ്പൊ എന്തൊക്കെ നോക്കറേ വേറെ അറിഞ്ഞാ 30 BGM അപ്ഡേറ്റ് വരില്ലേ? ഒരു മുമ്പ് വരണം. വന്നേ പറ്റൂ. അതായത് 30-ാം തീയതി പുതിയ റാങ്ക് റീഫ്രഷ് ആവണം. അപ്പം പുതിയ ഇത് ഫയൽ അതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? പറഞ്ഞേ പറ്റൂ. അഞ്ജൂസ് കെനി ഹായ് വെൽക്കം. ഇവിടെന്ന് പോവാനി എന്ന് പറയുമ്പോ എത്ര? അത് ഞാൻ പറഞ്ഞില്ലേ, ചില മാസം ഒരു 8 ആയിരിക്കും, ചില മാസം കിട്ടത്തില്ല. അതും കൂടെ ചേർത്ത് അടുത്ത മാസം ഒരു 10-16 ഇടയ്ക്ക് കിട്ടും. അങ്ങനെ എന്റെ പഴയ ചാനലിൽ മന്ത്ലി കിട്ടും. പഴയ ചാനലിൽ മന്ത്ലി ഒരു 20-ന് കിട്ടുമായിരുന്നു. എന്റെ പഴയ ചാനൽ അടിച്ചു. പുതിയ ചാനലിന്റെ അകത്ത് കുറവാണ്. അവിടെ മറ്റേ അവനെ എന്റെ എല്ലാം അടിച്ചു മാറ്റി നോക്കാം. INT റോക്കർ അടിച്ച് റോക്ക് ചെയ്തിട്ടുണ്ട് തന്നെ. ഇനി അവിടെ പോയി നോക്കും ആൾക്കാരെവിടെ. ഔട്ട്ഫിറ്റ് എവിടെ നിന്ന് കിട്ടും? ഈ ഔട്ട്ഫിറ്റോ? ഓറഞ്ച് ഔട്ട്ഫിറ്റോ? ഇത് പണ്ട് കിട്ടുന്നേ ഉള്ളൂ, ഇനി കിട്ടത്തില്ല. പണ്ട് എവിടുന്നോ കിട്ടുമെന്നൊക്കെയാണ് ആവശ്യപ്പെട്ടത്. എനിക്ക് അടുത്ത് എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. വണ്ടി വന്നുണ്ടോ? ഇത്തെ വണ്ടി ഫോളോ ചെയ്യോ? പോകുന്നത്
Awesome. ഐ റിപ്പീറ്റ്. ഞാനേ ചാടി ഇറങ്ങിയ ലൈഫ് പോയി. ചാടി ഇറങ്ങണ്ടായിരുന്നു, മാസ്റ്റർ കാണിക്കണ്ടേ. റീകോൾ ഞെക്കിട്ട് ആരും കാണുന്നില്ലല്ലോ. ഞെക്കിയോ? ആ കൊറേ നേരം നിന്നായിരുന്നു. മകനെ തിരിച്ചു വിടും. ആരാ വന്നേ? വിത്ത് വന്ന് വിളിക്കാൻ. അതാണ് AW. ആരാ AW അടിച്ചത്? Watch out. പറന്നു നമ്മുടെ പൊക്കത്ത് പോവാം. ഇല്ല, ഈ ഷിപ്പ് ലാസ്റ്റ് ഷിപ്പാണ്. ഇപ്പൊ താഴെ ഇറങ്ങും. ഷിപ്പ് എന്തായാലും പൊളിയും. ഇപ്പൊ മനസ്സിലായി. 32 സെക്കൻഡ് ഒന്ന് പിടിച്ചു. എന്നാ വാ നീ വാ മച്ചാനെ, നീ വാ. നിനക്ക് എത്ര സെക്കൻഡ് കൊണ്ട് ഷിപ്പ് വരികയല്ലേ? മറ്റേ കെനോൺ പൊട്ടിയ ശബ്ദം കേട്ടാൽ കെനോണിക്ക് കൂടെ അങ്ങോട്ട് പോയെന്നാണ് അർത്ഥം. കവറൊക്കെ എടുത്തു തന്നു, അല്ലെങ്കിൽ അവൻ ടപ്പേനും പഠിച്ചു. ജീപ്പ് എനിമി എന്ന് പറയുന്നുണ്ട്. പാമ്പ് ബ്രോ, ജീപ്പ് എനിമിയൊക്കെ ചത്ത്. ഏതാ വരവേൽപ്പിച്ചലോനെ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ചേരം വെയിറ്റ് ചെയ്ത് വരുന്നില്ല. അവന്റെ AW എനിക്ക് തരൂ. പാവങ്ങളുടെ പാവം. എന്തൊക്കെയായിരുന്നു അവിടെ കിടന്നടി? ടപ്പേ വണ്ടി റീകോള് കുത്തി. ഉറപ്പാണോ? ഉറപ്പ്. ബാഗി എന്റെ ഫ്രണ്ടില് മറ്റേവനോടോ DG സ്മോക്ക് ഇടാൻ വേണ്ടി അവൻ അനങ്ങാൻ നിൽക്കുക. ഞാൻ സ്മോക്ക് ഇടാൻ വേണ്ടി കാണും നിന്നേ അവിടെ. എന്തോ പറ്റിയവൻ. എന്തോ ആരാ? അഭിയത്തി. ഓക്കേ, I got supplies. ജീപ്പിന്റെ അടുത്തൊരു എനിമി ഉണ്ട്. മനസ്സിലായില്ല. ഏത് ജീപ്പ്? നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ ലേറ്റ് ആയിട്ടാണോ കാണുന്നത്? ലൈവ് നിങ്ങൾ ഡിലേ ആയിട്ടാണോ കാണുന്നത്? കറക്റ്റ് ലൈവ് മനസ്സിലായില്ല. ഈ ജീപ്പിനകത്ത് ഇരിപ്പുണ്ടായിരുന്നോ? എന്തും മനസ്സിലായില്ല. എനിക്ക് ഒന്നും മനസ്സിലായി. ഞാൻ അവിടെ പറഞ്ഞു നടക്ക. ജീപ്പിൽ നോക്ക്. ഈ ജീപ്പോ ഇല്ലല്ലോ, ഉണ്ടായിരുന്നതാണ് ഇവിടെ. നമ്മുടെ കൂടെ കളിക്കുന്ന പാവറൊന്നും മിണ്ടത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റും. പിന്നെ ഞാൻ കണ്ടാ പറയില്ലേ. എടാ ഇവിടെ കപ്പിൽ കയറി കുറെ ഉണ്ട്. വണ്ടി കിടക്കുന്നുണ്ട്. 2 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആളെ കാണുന്നില്ല. ഇവിടെ ആളുണ്ടാ. ഇവിടെ ആള് എവിടെ? ഞാൻ നിൽക്കണ അവിടെ പൊക്കത്ത്. 2 പേരുണ്ടേ. അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നെ കാണുന്നില്ല. ഞാൻ വട്ടം കറക്കെ നടത്താൻ പറയട്ടെ. എടാ അളിയോ, എടാ ചത്തടാ. കാണൂടോ അവന്മാര്. ഫ്യൂലി തീർന്ന ആളാ. ഫ്യൂലി തീർന്നു പോയി സാധനത്തിന്റെ. ദേ പറഞ്ഞു ഇവിടെ പുഷിട്ട് ചത്ത്. ഞാൻ താഴെ പോണു.
ഞാൻ താഴേക്ക് പോയിട്ടുണ്ട്. ഫ്രൂട്ടസും വീട്. അതെ ഓ, ഇതാണ്ട് ഇങ്ങോട്ട് അടിച്ചാ വീഴോ എടാ, കൊലക്കൊട. എടാ, മറ്റേ ഇടിച്ചു ഇടിച്ച് സ്ലോ ആയി എന്നെ കിട്ടിയത്. ഇത് സോണോട്ട് ചത്ത എല്ലാരും. ലിയോ എന്ത് പറയണ സുഖല്ലേ? ഞാൻ കാറിയും ചാടി ഇറങ്ങിട്ട് ആ കാറ് വെള്ളത്തി വീണ പോലെ ഡാമേജ് ആവത്തില്ല ഇത്. വെയിലൊക്കെ എന്താ ചെയ്യാ? കാറ് ബ്രോ ഡാമേജ് ഞാൻ ചെയ്ത ആവത്തില്ല ടിപ്പ് ഇത്. പറയാം. ഞാൻ ഇവരെടുത്ത് ചെയ്ത ടിപ്പ് ചാടി എന്ന് വെച്ചാൽ വേണ്ട വേണ്ട അതില്ല തുടർന്ന് ഞാൻ എമൗണ്ട് ഓഫ് ആക്കിയിട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഏതത് എനിക്ക് പൊടി. ഈ ലാൽ അപ്പ് ഹരി ബ്രോ ഹായ് Thank ലൈവ് you. ആണെന്നൊക്കെ ലൈക്ക് അടിച്ച് ഉറക്കും. Thank you. പൊക്കത്താളുണ്ടേ. ഫോർട്ടിലിട്ടാണ് കയറുള്ളൂ അല്ലെങ്കിൽ അടുത്ത് കാർപ്പറ്റ് ഇറങ്ങിയേ. തോന്നിക്കോ. Help! ഇവിടെ കേറാൻ പറ്റും. കാർ പോർട്ടലിവിടെ. ഞാൻ പാരഷൂട്ട് ജമ്പ് ചെയ്തിട്ട് വന്നിട്ടാണ് അവനെ അടിച്ചത്. അതിന് പകരം അല്ലാതെ അത് കാർപ്പറ്റ് താപ്പിട്ട് അടിച്ചാലിന് കിട്ടിയത്. പക്ഷെ കാർപ്പറ്റ് താഴാൻ ഞെക്കിയതാണ് സ്വിച്ച് മാറി മുംബൈ. മിട്ട് ഭയങ്കര ഇതിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ബാക്കിലോട്ട് അയ്യോ അല്ലാതെ പോയി. ദേ പോയി. ഇതിലടി എവിടെ കേറുന്നത്? ഇത് എങ്ങനെ കേറും എന്റെ മണ്ടയില്? ഇങ്ങനെ കേറിട്ട് മേലോട്ട് തിരിയും. തലവേദന പിടിച്ചത്. ആ, ഞാൻ അല്ലാതെ പോയിക്കൂടെ കറങ്ങി ഇപ്പത്തെ ഇല്ല. സത്യം പറയാ കറങ്ങിപ്പോയാ മതിയായിരുന്നു. ഇത് മാങ്ങാത്തൊരു മണ്ടയ്ക്കറങ്ങി നടക്കുന്നില്ല. ചത്ത്. ലൈവ് ആണെന്ന് ലൈക്ക് അടിക്കൂ. ലൈക്ക് എത്ര 47 ലൈക്കായി. ലിയോ തെറിച്ച രംഗമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ട ലിയോ തെറിച്ച രംഗമാണ്. ഞങ്ങൾക്ക് ലിയോ കാർ ഓടിച്ചൊക്കെ പൂവും മൊട്ട പോക്ക് ആ വഴിയേ പോയി. ലൈഫ് പിടിച്ചില്ല. ഇവര് ലേറ്റ് ആയി പോയി. അല്ലെങ്കിൽ ആ ഫൈറ്റ് കഴിയുന്നതിന് കുറച്ച് ലേറ്റ് ആയി. ഞാൻ അടിച്ച സമയത്ത് ഒരാളും കൂടെ അടിക്കാ മാറി എവിടെങ്കിലും നിന്ന് അടിച്ചാൽ നമ്മൾ സോണിൽ കയറിയാടാ. അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് പോകാടോ. എനിക്ക് മരം അടിക്കണ്ടേ? അവന്മാര് പോയില്ലേ? ഇപ്പൊ എന്റെ വീട്ടില് കാർപ്പറ്റ് എടുപ്പുണ്ടോ? അതൊക്കെ എടുത്ത് പുറത്ത് പോകാനേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഒരുപാട് കാർപ്പറ്റ് ഉണ്ടായിരുന്നു. 2 കാർപ്പറ്റ് ആണ് ഉണ്ടായത്. ഇതേ പോണ വണ്ടി. എന്ത് ഉദ്ദേശിക്കുന്നത്? ആ വണ്ടി അത് ഇത്രയും നേരം നിന്നപ്പോ തൈക്ക് അടിച്ചുവിടായിരുന്നു. അതിന്റെ താളത്തിൽ ആ പോർട്ടിൽ കയറാം. അല്ലെങ്കിൽ ഓപ്പണിൽ കിടന്ന് അടികൊള്ളുണ്ടായും പോർട്ടിൽ കയറുള്ളൂ. അവന്മാർ ഇറങ്ങിയാണ്. ആരെ കിടക്കുന്നത് Let's fight together. അവന്റെ ഫ്രണ്ട് കാർപ്പറ്റ് കിടക്കുന്നുണ്ടോ? അവൻ നിർത്തി മരത്തിന്റെ കീഴിൽ നിൽക്കുന്നു. നോക്കുന്നതോ മരത്തിന്റെ കീഴിലുണ്ട്. കാർപ്പറ്റ് മാത്രമേ ഉള്ളൂ. കാർപ്പറ്റ് മാത്രം ഇട്ടിട്ട് ആളോടെ പോയപ്പോ അവിടെ ആളുണ്ട്. കല്യാണം കാണില്ല. ഇല്ല ഇല്ല കാണാൻ പറ്റില്ല.